ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ടാണ് ഈ ഒരുക്കി കെട്ടിയിട്ടെന്നല്ലേ. യെസ്, നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ, മഴയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഞാനും അച്ഛനും മോനും കൂടിയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. അമ്മ നേരത്തെ കാലത്തെ പോയി കേട്ടോ. നമ്മൾ പിന്നെ ഓൾവേസ് ലേറ്റ് ആയതിനോട് വിളികരൊക്കെ പോകുള്ളൂ. അമ്മ നേരത്തെ പോയിട്ടുണ്ട്. നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമുക്ക് പോയാലോ? ആസ് യൂഷ്വൽ ചിലപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പിൽ എപ്പോഴുള്ളതുപോലെ തന്നെ പോസ്റ്റ് ആവാനാണ് ചാൻസ്. ബസ്സിൻ്റെ സമയമൊക്കെ കഴിഞ്ഞുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ സാധാരണ പോകുന്ന റൂട്ടല്ല കേട്ടോ, ഇത് നമ്മുടെ വീടിൻ്റെ വേറൊരു ഭാഗത്ത് കൂടുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പുതിയതായിട്ട് ഉണ്ടാക്കുന്ന വീടുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനും മോനും ഇപ്പോൾ നേരത്തെ നടക്കുകയാണ്. അച്ഛത് നടന്ന് വരുന്നേ ഉള്ളൂ. ഈ റോഡില്ലേ, ആ കാണുന്ന റോഡിനാണ് നമുക്ക് പോകാനുള്ളത്. ഇതിൽ നേരെ പോയിട്ടുണ്ടെങ്കിൽ ബദ്രൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, അവിടെ വരെ ബസ്സുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓപ്പോസിറ്റ് വഴിക്ക് നടന്നു പോകാം. ബസ് കിട്ടിയില്ല ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ്. ഓട്ടോ പോയിട്ടുണ്ട്, അത് കിട്ടുകയാണെങ്കിൽ തിരിച്ച് വരികയാണെങ്കിൽ നമുക്ക് അതിൽ കയറാം കേട്ടോ. എന്നിട്ട് കക്കോടിക്ക് പോവാം കേട്ടോ. അങ്ങനെ നമുക്കൊരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്. ഓട്ടോയിൽ നമ്മളിനി കക്കോടിക്ക് പോവാണ് കേട്ടോ. കക്കോടി പോയിട്ട് നമുക്ക് മോൻ്റെ മുടിയാണ് ആദ്യം തന്നെ വെട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സ്കൂളൊക്കെ പോകാനായല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുടിയൊക്കെ ഒന്ന് വെട്ടി. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിലേക്ക് ചെല്ലാതെ, അമ്മേൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുന്ന് വീണ്ടും ഒരു ഓട്ടോ വിളിച്ചിട്ട് അമ്മേൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഇത്തിരി ദൂരം പോകാനുള്ള കേട്ടോ. ആ ഒരു അമ്പലം കണ്ടോ, ആ അമ്പലത്തിലാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള അമ്പലം. നമ്മുടെ പുഴ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ. ആക്ച്വലി നമ്മൾ ആദ്യമൊക്കെ പണ്ടൊക്കെ അമ്മേൻ്റെ വീടിൻ്റെ അവിടുന്ന് കക്കോടിക്കൊക്കെ നടന്ന് വരുമായിരുന്നു. അത്ര ദൂരമേ ഉള്ളൂ, ഒരു രണ്ട് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ നടന്ന് വരുമ്പോൾ കുറച്ച് ദൂരം തോന്നും നമുക്ക്, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പുഴയും അങ്ങനെ ആസ്വദിച്ച് അപ്പോൾ ഇങ്ങനെ നടന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ കണ്ടോ കുറച്ച് ആൾക്കൂട്ടം. ഇതാണ് ബവറേജ്. അവിടെ എപ്പോഴും ആൾക്കൂട്ടം തന്നെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം അമ്മേൻ്റെ വീട്ടിലെത്തി. അപ്പോൾ അതാ വല്യമ്മേനൊക്കെ കണ്ടിട്ട് സ്നേഹപ്രകടനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിലെത്തിയാൽ ആദ്യം നോക്കുക എന്താണ് പുതിയ സിനിമ വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഞാൻ പടക്കളം കണ്ടിട്ടോ. പിന്നെ അവിടെ ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നമുക്ക് സാധനം വാങ്ങിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം വഴിക്ക് വരെ നമ്മൾ പോകും. അമ്മയുടെ ബാക്കിൽ അച്ഛനില്ല. അപ്പോൾ നമുക്ക് പോവാം. സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. ചോറ് എന്തെന്തോ വീഡിയോ എടുക്കാൻ മറന്നു, സോറി. അങ്ങനെ നമ്മൾ അമ്മേൻ്റെ വീടിൻ്റെ അവിടുന്ന് റോഡിൽ നിന്ന് ബസ് കയറാതെ നമ്മൾ ഓട്ടോ വിളിച്ചിട്ട് വീണ്ടും കക്കോടി വന്നിട്ട് നമുക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. നേരെ പോയത് ഗുരുവിലേക്കാട്ടോ. നമ്മുടെ ഷർമീച്ചാണത്. ഷർമീച്ചിൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ വാങ്ങി, കുറച്ച് നട്ട്സ്, കേക്ക്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ. ഷോപ്പിംഗ് കഴിഞ്ഞ് അമ്മേൻ്റെ വീട്ടിൽ പോയി. അവിടെ കുറേ നേരം ഇരുന്ന് ഞാൻ എന്താണെന്നറിയാം, ഞാൻ ചോറുണ്ടെന്ന വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നപ്പോൾ തന്നെ ഞാൻ സിനിമ കാണാനിരുന്ന്. ഏതാ മറ്റേ സിനിമയില്ലേ, എന്താ പടക്കളം. അത് ഹോട്ട്സ്റ്റാറിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കാണാമെന്ന്. അത് കണ്ടിരുന്നു. അടിപൊളി സൂപ്പർ സിനിമയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടിരുന്ന്. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ ചോറ് കഴിച്ചു. അപ്പം എന്നോട് മറന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പോകുന്നത് കക്കോടി വന്ന് അവിടുന്ന് കുറച്ച് അധികം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു ഇഡലീൻ്റെ പാത്രമില്ലേ, ഇഡലി ചെമ്പ്, അത് വാങ്ങിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ജൂൺ 28 ആയിരുന്നു മോൻ്റെ ബർത്ത്ഡേ, 10th ബർത്ത്ഡേ കേട്ടോ, 10ാമത്തെ വയസ്സ്. അപ്പോൾ നമ്മൾ അന്ന് സെലിബ്രേറ്റ് ചെയ്തില്ല. അന്ന് ശനിയാഴ്ച എങ്ങാനും ആയിരുന്നു, പക്ഷെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിനോണ്ട്. അപ്പോൾ പിന്നെ നക്ഷത്രം വെച്ച് നോക്കുമ്പോൾ ജൂലൈ 6-ാം തീയതിയാണ് വരുന്നത്, അതായത് നാളെ ഞായറാഴ്ച വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് നാളെ ആഘോഷിക്കുക, അപ്പോൾ നാളെ രാവിലെ അമ്പലത്തിലും പോകാമല്ലോ, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിന്നിപ്പോൾ ഏതായാലും പോയതാണല്ലോ കക്കോടി. അപ്പോൾ അവിടുന്ന് വലിയ രീതിയിലല്ല, ഒരു ചെറിയൊരു കേക്കും പിന്നെ അതേപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. വലിയ ആഘോഷമൊന്നും പറയല്ലേ, ചെറിയത് നമുക്ക് മിനിമലായിട്ട് ചെയ്താൽ മതിയല്ലോ. സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മളെ കയ്യിൽ ഉള്ളത് വെച്ചിട്ടൊക്കെ നമ്മൾ ആഘോഷിക്കുന്നതാണല്ലോ എപ്പോഴും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നാളെ സെലിബ്രേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളെന്തായാലും ഇപ്പോൾ വീട്ടിലെത്തി. കേക്കൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മയും അച്ഛനും മോനും അകത്താണ്.
ഇനിയിപ്പോൾ എന്താ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നാളെ നേരത്തെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താലോ? പ്ലാനിങ് ഒന്നും എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഗൈസ്. നമുക്ക് നോക്കാം. നാളത്തെ കാര്യം നാളത്തെ വ്ളോഗിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രം അങ്ങനത്തെ സാധനങ്ങൾ എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ഡ്രസ്സും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ അകത്തുണ്ട്. പിന്നെ വാങ്ങിയിട്ടുള്ളത് എന്താ പറയുക, 10ാമത്തെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ 10 വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, കുറച്ച് നൈറ്റി, 3 നൈറ്റിയും കാര്യങ്ങളൊക്കെ ഷർമീച്ചിട്ട് എടുത്ത് പോയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കും വലിയമ്മമാർക്ക് 2 കൂടിയൊക്കെ ആയിട്ട്. ഇതൊക്കെ ഷേപ്പ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിതാ 10 വാങ്ങി, 10 വയസ്സിൻ്റെ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ വാങ്ങി. അപ്പോൾ നാളെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനില്ലേ അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സാരിയോ അല്ലെങ്കിൽ വേഷ്ടി മുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉടുക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. കൺഫ്യൂഷനാണ് ഗൈസ്, ഇതിലേത് ഉടുക്കണം എന്നുള്ളത്. ഇത് വേണോ അല്ലെങ്കിൽ ഇത് വേണോ? ഇത് സാരിയാണ് കേട്ടോ, വേഷ്ടി മുണ്ടല്ല, സാരിയാണ്. ഇത് വേഷ്ടി മുണ്ടോ? ഇത് വേണോ അല്ലെങ്കിൽ താഴെ വേണം? ഇത് സാരിയാ. ഇത് വേണോ അല്ലെങ്കിൽ ഈ ബ്ലൂ കളർ വേണോ? വേറെ ഉണ്ട്, ഞാൻ കുറേ ഉണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതോ ഉടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനില്ല. ഇത് വേണോ? ഇത് വേഷ്ടി മുണ്ട്. ഏതാ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. പിന്നെ ഇതിൻ്റെ വേറെ ഒന്നുണ്ട്, ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ആനയുടെ ഒക്കെ ഒരു സംഭവം, ഒരു വർക്ക് വരുന്ന ഒരു കര വരുന്ന, അത് വേണോ? ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുക. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞൊറിയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കായിരുന്നു. സോറി, അപ്പം ഞൊറിയൊക്കെ ഇട്ട് സെറ്റാക്കി വെക്കായിരുന്നു. അപ്പം ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്, എന്താണ് കൊടുക്കുക എന്നുള്ളത്. എന്തായാലും രാവിലെ നല്ല മഴയായിരിക്കും. എന്തായാലും രാവിലെ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. കുറേ കാലമായി ഞാൻ അമ്പലത്തിൽ പോയിട്ട്, എത്ര കാലമായി എന്നറിയാം അമ്പലത്തിൽ പോയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും സെറ്റ് ആക്കട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ എന്തായാലും ഇപ്പോൾ അയൺ ചെയ്ത് വെക്കും. അന്നേരം ഞാൻ കാണിച്ചു തരാം ഞാൻ ഏതാണ് ഞാൻ സെലക്ട് ചെയ്തത് എന്നുള്ളത് കേട്ടോ. ഓക്കെ, ബൈ. ഞാൻ രാവിലെ കുറച്ച് ചെറുപയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ കഴിച്ചത്. എനിക്കിങ്ങനെ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി ഒന്നും ഞാൻ കഴിക്കില്ല കേട്ടോ. ചായക്ക് എന്തെങ്കിലും കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെ കഴിക്കുള്ളൂ. പിന്നെ ഡിന്നർ എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഫില്ലാവും. അപ്പോൾ ഞാൻ ഈ ഒരു സെറ്റും മുണ്ടാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ട്, ആനേൻ്റെ ചിത്രമൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ കട്ടിൽ മൊത്തം മെസ്സേജ് കിടക്കുക. ഇതൊന്ന് വൃത്തിയാക്കിയിട്ട് വേഗം കിടന്നുറങ്ങണം. നാളെ രാവിലെ നേരത്തെ കാലത്ത് എണീറ്റ് അമ്പലത്തിലൊക്കെ പോകണ്ടേ. അപ്പോൾ ബർത്ത്ഡേ വ്ലോഗായിട്ടാണ് ഇനി വരിക, എല്ലാവരും കാണണേ.